ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. വീണ്ടും കർത്താവിൻ്റെ വചനവുമായി നിങ്ങളുടെ മധ്യത്തിലായിരിക്കാൻ ദൈവം തന്ന കൃപയ്ക്കായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായത്തിൻ്റെ 2, 3, 4 വാക്യങ്ങൾ വായിക്കട്ടെ. ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം എനിക്ക് പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്ന് യേശുക്രിസ്തുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. ജഡത്താലുള്ള ബലഹീന നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാത്തതിനെ സാധിപ്പാൻ ദൈവം തൻ്റെ പുത്രനെ പാപജഡത്തിൻ്റെ സാദൃശ്യത്തിലും പാപനിമിത്തവും അയച്ചു. പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു. ജഡത്തെ അല്ല, ആത്മാവിനെ അത്ര അനുസരിച്ച് നടക്കുന്ന നമ്മിൽ ന്യായപ്രമാണത്തിൻ്റെ നീതി നിവർത്തിയാകേണ്ടതിന് തന്നെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ വരുത്തുന്ന സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്നത്. ഒരു വലിയ സന്തോഷത്തിൻ്റെ വർത്തമാനം പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. 7-ാം അധ്യായത്തിൽ പൗലോസ് അപ്പോസ്തലൻ ഏറെ വേദനയോടെ പറയുന്നുണ്ട്, എന്നെ ആര് വിടുവിക്കും? ഞാൻ അറിയാത്തൊരു പ്രമാണം എന്നിലുണ്ട്, അത് പാപത്തിൻ്റെ പ്രമാണമാണ്. ആ പ്രമാണത്തിൽ നിന്ന് എന്നെ ആര് വിടുവിക്കും എന്ന് പറഞ്ഞിട്ട് അവസാനം കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം പറഞ്ഞുകൊണ്ടാണ് 7-ാം അധ്യായം അവസാനിക്കുന്നത്. അപ്പം പാപത്തിൻ്റെ പ്രമാണം, മരണത്തിന് അന്യമായ ശരീരത്തിൽ നിന്ന് അതിന് അധീനമാക്കുന്ന പാപത്തിൻ്റെ പ്രമാണത്തിൽ നിന്ന് യേശുക്രിസ്തുവിൽ കൂടെ സ്വാതന്ത്ര്യം വരുത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട്, ആ വലിയ സന്ദേശം പറഞ്ഞുകൊണ്ട് 7-ാം അധ്യായം പൗലോസ് അവസാനിപ്പിക്കുന്നത്. അതിന് തുടർച്ചയായിട്ട് 8-ാം അധ്യായത്തിൽ പൗലോസ് തുടങ്ങുന്നത്, അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർക്ക് യാതൊരു ശിക്ഷാവിധിയും ഇല്ല. ആ ഒരു വാക്ക് ശ്രദ്ധേയമാണ്. അതുകൊണ്ട് മാനവരാശിക്ക് ശിക്ഷാവിധിയില്ല എന്നല്ല പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത്. അതുകൊണ്ട് എല്ലാ ക്രിസ്ത്യാനികൾക്കും ശിക്ഷാവിധിയില്ല എന്നല്ല പൗലോസ് പറഞ്ഞത്. പൗലോസ് വളരെ പ്രിസൈസ്ലി പറഞ്ഞത്, ഇപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർക്ക് യാതൊരു ശിക്ഷാവിധിയുമില്ല. ആ ശിക്ഷാവിധി ഇല്ലായ്മ അല്ലെങ്കിൽ ആ സ്വാതന്ത്ര്യം എങ്ങനെയാണ് നേടിയെടുത്തത് എന്ന് താഴോട്ടുള്ള വാക്യങ്ങൾ പറയുന്നുണ്ട്. ജീവന്റെ ആത്മാവിൻ്റെ പ്രമാണം, ദ ലോ ഓഫ് ദ സ്പിരിറ്റ് ഓഫ് ലൈഫ്. ജീവന്റെ ആത്മാവിൻ്റെ പ്രമാണവും പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണവും തമ്മിൽ ഒരു വലിയ പോരാട്ടം നടന്നു എന്നുള്ളതാണ്. ആ പോരാട്ടം കാൽവരി ക്രൂശിൻ്റെ മഹോന്നതകളിൽ യേശു കർത്താവ് തൻ്റെ അവസാനത്തെ തുള്ളി രക്തം വരെയും നമുക്ക് വേണ്ടി ഊറ്റി തന്നുകൊണ്ട് പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൻ്റെ മേൽ ജീവൻ്റെയും ആത്മാവിൻ്റെയും പ്രമാണം ജയമെടുത്ത് ആ ജീവൻ്റെയും ആത്മാവിൻ്റെ പ്രമാണം നമുക്ക് ക്രിസ്തുവേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് യേശു ക്രിസ്തുവിലുള്ളവർക്ക് ഇനി ശിക്ഷാവിധിയില്ല. കാരണം വി ആർ ഡെലിവേർഡ്, വിമോചിക്കപ്പെട്ടിരിക്കുന്നു. വി ആർ ഫ്രീഡ് ഫ്രം അവർ സിൻ. നമ്മുടെ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നൽകിയിരിക്കുന്നു. അടുത്ത വാക്യം പറയുന്നത്, ന്യായപ്രമാണത്തിന് ചെയ്യുവാൻ കഴിയാത്തതിനെ എന്ന് ഇവിടെ പറയുന്നു. 3-ാമത്തെ വാക്യത്തിൽ, ജഡത്താലുള്ള ബലഹീന നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാത്തതിനെ സാധിപ്പിക്കുവാൻ. ന്യായപ്രമാണം അനുസരിച്ച് ജീവിച്ചിരുന്ന ഒരു സമൂഹം, മോശയുടെ ന്യായപ്രമാണം ചില കൽപ്പനകളും അനുശാസനങ്ങളും എപ്രകാരം തങ്ങളുടെ ജീവിതമായിരിക്കണമെന്നുള്ളത് അനുസരിച്ച് നൽകിയിരുന്നത് മോശയുടെ പുസ്തകത്തിൽ നിന്ന് നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. എന്നാൽ ആ ന്യായപ്രമാണങ്ങൾക്ക് ഒരിക്കലും തങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരുത്തുവാനായിട്ട് കഴിയില്ല. ക്രൈസ്തവ ജീവിതം എന്ന് പറയുന്നത്
ബാഹ്യമായ ഒരു പ്രകടനത്തിലുമല്ല, പിന്നെയോ ക്രൈസ്തവ ജീവിതം ഉള്ളിലുള്ള ആന്തരികമായ മാറ്റത്തിലാണ്. ആ മാറ്റം നമ്മളിൽ വരുത്തുന്നത് ഈ ന്യായപ്രമാണത്തിൻ്റെ അനുശാസനങ്ങളല്ല, ഈ ന്യായപ്രമാണത്തിൻ്റെ അനുസരണമല്ല. ആ മാറ്റം നമ്മുടെ ഉള്ളിൽ വരുത്തുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് മാത്രമാണ് എന്ന് വേദപുസ്തകം പുതിയ നിയമം നമ്മളെ വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ അവിടെ കൂടിയിരുന്ന ഏതാണ്ട് 13 പരം രാജ്യങ്ങളിൽ നിന്നുള്ള ജനം, ശിഷ്യന്മാർ അവരവരുടെ ഭാഷയിൽ സംസാരിക്കുന്നത് കേട്ടു. അവിടെ പത്രോസ് എഴുന്നേറ്റ് നിന്ന് യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം പറഞ്ഞപ്പോൾ 2-ാം അധ്യായത്തിൻ്റെ 37-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, പത്രോസ് പ്രസംഗിക്കയിൽ അവരുടെ ഹൃദയത്തിൽ കുത്തുകൊണ്ടു എന്ന് പറയുന്നു. അവരുടെ ഹൃദയത്തിൽ കുത്തുകൊണ്ടു എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം അവർ തങ്ങളുടെ തെറ്റുകളെ കുറിച്ച് ബോധമുള്ളവരായി തീർന്നു. They were convicted of their sins. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് ഒരുവൻ്റെ ജീവിതത്തിൽ ആന്തരിക മാറ്റമുണ്ടാക്കുവാൻ അടിസ്ഥാനമായ പാപബോധം നൽകുന്നത്. കൽപ്പനകൾ അനുസരിക്കണം എന്ന് പറയുവാനേ കഴിയത്തുള്ളൂ. പക്ഷേ ആത്മാവ് അവൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കുമ്പോൾ മാത്രമാണ് ആ അനുസരണം പ്രാവർത്തികമാക്കിക്കൊണ്ട് ദൈവത്തിന് വിധേയപ്പെടുവാനായിട്ട് സാധിക്കുള്ളൂ എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. പഴയ നിയമത്തിൽ കാലാകാലങ്ങളിൽ ദൈവാത്മാവ് ദൈവമക്കളുടെ മേൽ വന്നതായിട്ട് വായിക്കുന്നുണ്ട്. ഗിദിയോന്റെ മേലെ ദൈവാത്മാവ് വന്നു, ശിംശോന്റെ മേലെ ദൈവാത്മാവ് വന്നു, ശൗലിന്റെ മേലെ ദൈവാത്മാവ് വന്നു, മറ്റനേകരുടെ മേൽ ദൈവാത്മാവ് വന്നു. ഒരു പ്രത്യേക ദൗത്യത്തിനായി ദൈവാത്മാവിനാൽ അവർ നിറയപ്പെട്ട ആ ദൗത്യം പൂർത്തീകരിച്ചതായി നമ്മൾ വായിക്കുന്നുണ്ട്. എന്നാൽ ഒരിക്കൽ പോലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഇടയിൽ വാണതായിട്ട് വായിക്കുന്നില്ല. എന്നാൽ യേശു കർത്താവ് പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന്. അപ്പോസ്തലപ്രവൃത്തി 1-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ പറയുന്നു, പിതാവ് നിങ്ങൾക്ക് വാഗ്ദത്തം ചെയ്തത് പ്രാപിക്കുമ്പോഴും നിങ്ങൾ എങ്ങും പോകരുത്. ആ പരിശുദ്ധാത്മാവ് പ്രാപിക്കുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും എന്ന് പറയുന്നു. അപ്പോൾ ന്യായപ്രമാണത്തിന് നമ്മുടെ ജീവിതത്തിൽ ചെയ്യുവാൻ കഴിയാത്തതിനെ നമ്മുടെ ജീവിതത്തിൽ ചെയ്തെടുത്ത് പാപബോധം നമുക്ക് നൽകുകയും ആ പാപബോധത്തിൽ നിന്ന് നമ്മളെ യഥാർത്ഥമായ മാനസാന്തരത്തിൻ്റെ അനുഭവത്തിലേക്ക് നയിക്കുന്നതും നമ്മളിൽ വസിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോസ്തലർ 2-ാം അധ്യായം നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ ഹൃദയത്തിൽ കുത്തുകൊണ്ട മനുഷ്യര് പത്രോസിൻ്റെ അടുക്കൽ ചെന്ന് ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് സ്നാനമേൽക്കുവാൻ, അങ്ങനെ അവരെ മാനസാന്തരത്തിൻ്റെ അനുഭവത്തിലേക്ക്, രൂപാന്തരത്തിൻ്റെ അനുഭവത്തിലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നയിച്ച് അവർ സ്നാനമേറ്റ് ആദിമ സഭയായി മാറുന്നത് കാണുവാനായിട്ട് സാധിക്കുന്നു. പ്രിയമുള്ള ദൈവത്തിൻ്റെ മക്കളെ, നിൻ്റെയും എൻ്റെയും ജീവിതത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ക്രിയ കൊണ്ടാണ് നാം ദൈവമക്കൾ എന്നുള്ള അവകാശത്തിന്മേൽ രൂപാന്തരപ്പെട്ട്, ഈ മാനസാന്തരം പ്രാപിച്ച വ്യക്തിക്ക് മാത്രമേ, ഈ ആത്മാവിൻ്റെ രൂപാന്തരം പ്രാപിച്ച വ്യക്തിക്ക് മാത്രമേ ഒരു ദൈവ പൈതൽ എന്നുള്ള അവകാശം പറയുവാനായിട്ട് കഴിയും. എന്നാൽ അവിടെ അതുകൊണ്ട് തീർന്നില്ല. ഈ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളിൽ വസിക്കുന്നു എന്നുള്ളതാണ്. റോമർക്കെഴുതിയ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 23-ാമത്തെ വാക്യത്തിലും 6-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ വാക്യത്തിലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളിൽ വസിക്കുന്നു, നമ്മുടെ ശരീരം ദൈവത്തിൻ്റെ മന്ദിരമാകുന്നു എന്ന് പറയുന്നു. എന്താ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളിൽ വസിക്കുവാനുള്ള കാരണം? വീണ്ടും നമ്മൾ പാപത്തിലേക്ക് വീണുപോകാതെ നമ്മളെ സൂക്ഷിക്കുവാൻ തക്കവണ്ണം ദൈവാത്മാവ് നമ്മളിൽ വസിക്കുന്നു. എങ്ങനെയാണ് ദൈവാത്മാവ് നമ്മളിൽ വസിക്കുന്നത്? യോഹന്നാന്റെ സുവിശേഷം 14, 15, 16 അധ്യായങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ കാര്യസ്ഥനായി
നമ്മളോട് കൂടെ ഇരിക്കുന്നവനായി ദൈവാത്മാവ് നമ്മളോട് കൂടെയുണ്ട്. സകല സത്യത്തിൽ നമ്മളെ വഴി നടത്തുന്നവനായി ദൈവാത്മാവ് നമ്മളോട് കൂടെയുണ്ട്. കർത്താവ് നമ്മളെ പഠിപ്പിച്ചതൊക്കെ നമുക്ക് വെളിപ്പെടുത്തി തരുവാൻ, നമുക്ക് പഠിപ്പിച്ചു തരുവാനായിട്ട് ദൈവാത്മാവ് നമ്മളോട് കൂടെയുണ്ട്. പാപത്തിൻ്റെ അധീനതയിലേക്ക് മടങ്ങി പിന്മാറ്റത്തിലേക്ക് പോകാതിരിപ്പാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളിൽ വസിക്കുവാൻ തക്കവണ്ണം ദൈവാത്മാവിനെ ദൈവം തമ്പുരാൻ നമുക്ക് നൽകിയിരിക്കുന്നു എന്ന് വേദപുസ്തകം പറയുന്നു. എന്നാൽ നമുക്ക് ചുറ്റും അനേകര് വീണ്ടും പാപത്തിലേക്ക് പോകുന്നത്, പിന്മാറ്റത്തിലേക്ക് പോകുന്നത്, പാപത്തിന് അധീനരായി ജീവിക്കുക നമ്മൾ കാണുന്നുണ്ട്. എന്താ അതിൻ്റെ കാരണം? പൂർണ്ണമായിട്ടും ഒറ്റ കാരണമേ ഉള്ളൂ. ദൈവാത്മാവിൻ്റെ കീഴിൽ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തിട്ടില്ല. പൂർണ്ണമായും ദൈവാത്മാവിൽ നമുക്ക് ജീവിക്കുവാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് പൗലോസ് ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, ആത്മാവിനെ അനുസരിച്ച് നടപ്പീൻ, എന്നാൽ ജഡത്തിൻ്റെ ദുർമോഹങ്ങളെ നിവർത്തിക്കുകയില്ല എന്ന് പറയുന്നത്. അതുകൊണ്ട് ഓരോ ദൈവ പൈതലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് നടപ്പാൻ, അവൻ ആത്മാവിൽ വളരുന്നവനായി, ആത്മാവിൽ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവനായി ഈ ഭൂമിയിൽ ജീവിക്കണമെങ്കിൽ അവൻ ദൈവാത്മാവിനെ അനുസരിക്കുന്നവനായി തീരുവാനായിട്ട് സാധിക്കണം. 3 കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ. 1, ടോട്ടലി റിലൈ ഓൺ ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിൽ ആശ്രയിക്കുക. ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളും പരിശുദ്ധാത്മാവിൽ. 2, ബി ഇന്റൻഷണൽ ടു ഫോളോ ദ ഹോളി സ്പിരിറ്റ്. ബോധപൂർവം പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം കേട്ടുകൊണ്ട് പരിശുദ്ധാത്മാവിനെ അനുധാവനം ചെയ്യുവാൻ, അനുകരിപ്പാൻ, പരിശുദ്ധാത്മാവിനെ പിൻപറ്റുവാൻ സാധിക്കണം. 3, ബി ഒബീഡിയൻറ്റ് ടു ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിനെ അനുസരിക്കുന്നവരായി തീരുവാൻ. അങ്ങനെ ധന്യമായ, അനുഗ്രഹീതമായ ഒരു ആത്മീക ജീവിതം നയിപ്പാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ.